നമസ്കാരം. জাতীয় কংগ্রেস জাতীয় কংগ্রেস জাতীয় কংগ্রেস বলো বলো আমাদের পার্টি অফিস যেটা দখল করে গেছিল সেটা আমরা দখল মুক্ত করতে এসেছি আজকে এখানে আমাদের পার্টি অফিস দখল মুক্ত হতে যাচ্ছে। എতদিন যে পার্টি অফিস আমাদের নিজেদের পার্টি অফিস এইটাকে তৃণമൂലെরা ജോർ ജബർദസ്തി ദഖൽ കরেছে। ഇപ്പോൾ കണ്ട കാഴ്ച എന്താണ് എന്ന് മനസ്സിലായോ? ഇത് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ അവിടെ BJP വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുകയാണല്ലോ. BJP ജയിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ അണികൾ അവരുടെ പൂട്ടിക്കിടന്ന അവരുടെ പാർട്ടി ഓഫീസ് തുറക്കുന്ന കാഴ്ചയും അതിനുശേഷം അവർ സംസാരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. എത്രയോ കാലമായിട്ട് തൃണമൂലിൻ്റെ ഗുണ്ടകൾ അടച്ചു പൂട്ടി താക്കോലും എടുത്ത് ദൂരെ കളഞ്ഞ് ഇനി നിങ്ങൾ ഇത് തുറക്കണ്ട, പ്രവർത്തിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തന സ്വാതന്ത്ര്യം വരെ നിഷേധിച്ച ഇടത്ത് ഇന്നിപ്പോൾ ഇവരെയൊക്കെ വിശേഷിപ്പിക്കുന്ന ഫാസിസ്റ്റ് പാർട്ടിയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന BJP അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരം പിടിച്ചതിന് ശേഷം ആ ധൈര്യത്തിൽ അവർ പോയി അവരുടെ ഓഫീസ് തുറക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഫാസിസം നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്? BJP ആണോ? BJP ഭരിക്കുന്നിടത്ത് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ട് എന്നതിന് വേറെ തെളിവിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങളിപ്പോൾ കണ്ടത് കോൺഗ്രസ് അവരുടെ ഓഫീസ് തുറക്കുന്ന കാഴ്ചയാണ്. അത് മമതയുടെ കാലത്ത് പൂട്ടിയിടപ്പെട്ട, നിർബന്ധപൂർവ്വം പൂട്ടിയിടപ്പെട്ട ഒരു പാർട്ടി ഓഫീസാണ്, പാർട്ടി ആസ്ഥാനമാണ്. ഇപ്പോൾ BJP വന്നപ്പോൾ അവർക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. അതിൻ്റെ ആഹ്ലാദമാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളിപ്പോൾ വീഡിയോ ആണ് കണ്ടതെങ്കിൽ ഞാൻ കേരളത്തിൽ ഒരു പ്രാദേശിക CPM കമ്മിറ്റി ഇട്ട ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ചിത്രങ്ങളും കാണിച്ചു തരാം. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എത്രയോ വർഷമായിട്ട് അവരുടെ പാർട്ടി ഓഫീസുകൾ തൃണമൂലിൻ്റെ ഗുണ്ടകൾ പൂട്ടിയിട്ടിരുന്നു, അതിപ്പോൾ അവരുടെ സഖാക്കൾ തുറക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സഖാക്കളുടെ മിടുക്കൊന്നും കൊണ്ടല്ല സഖാക്കൾ തുറക്കുന്നത്, അവിടെ BJP ഭരണത്തിൽ വന്നുകൊണ്ട് മാത്രമാണ്. സഖാക്കളുടെ മിടുക്കായിരുന്നെങ്കിൽ മമത ഇരുന്ന സമയത്ത് തുറക്കണമായിരുന്നു, അതുണ്ടായില്ലല്ലോ. BJP അവിടെ ഭരണം പിടിച്ചു, ഭരണത്തിലേറാൻ പോകുന്നു. മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിച്ചിട്ടില്ല. ഇനി അത് ആരെങ്കിലും ആയിക്കോട്ടെ, ആരായാലും ശരി, അവിടെ BJP ആണ് ഭരിക്കുന്നത്. ആ ധൈര്യത്തിൽ ഇനി തൃണമൂലുകാർ ആക്രമിക്കില്ല എന്ന ഉത്തമ ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് അവർ അവരുടെ പാർട്ടി ഓഫീസ് പോയി തുറക്കുന്നത്. ഇതാ ഏറ്റവും വലിയ രീതിയിൽ BJP വിരുദ്ധതയും BJP ഫാസിസ്റ്റ് പാർട്ടിയാണെന്നും തീവ്രവാദ പാർട്ടിയാണെന്നും ഒക്കെ പല രീതിയിൽ അങ്ങേയറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ ഇപ്പോൾ ബംഗാളിലെ യാഥാർത്ഥ്യം വെച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇടാൻ പറ്റി എന്നതാണ് കാലത്തിൻ്റെ കാവ്യനീതി. അവർ തന്നെ പറയുന്നു അവരുടെ സഖാക്കൾ പോയി തുറക്കുന്നത്. അവരുടെ സഖാക്കൾ പോയി തുറക്കുന്നത് അവർക്കവിടെ MLA കിട്ടിയതുകൊണ്ടോ അവർക്കവിടെ പന്നം കിട്ടിയത് കൊണ്ടോ ഒന്നുമല്ല. അവിടെ തൃണമൂലായിരുന്നു അവിടെ ഭരിക്കുന്നതെങ്കിൽ അവർക്ക് ഇനി 10-50 MLA കിട്ടിയിട്ടും കാര്യമില്ല, അവർക്ക് പാർട്ടി ഓഫീസ് തുറക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ BJP അവിടെ ഭരണത്തിലേറി എന്ന ബോധ്യം, ആ ആത്മവിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരോട് ഇതിനകം തന്നെ സുവേന്ദു അധികാരിയെ പോലെയുള്ള BJP നേതാക്കൾ നന്ദിയോടെ അവരെ സ്മരിക്കുന്ന കണ്ടു. കാരണം കമ്മ്യൂണിസ്റ്റുകാർ വരെ ഞങ്ങൾ വോട്ട് ചെയ്തു, അങ്ങനെയാണ് മമതയെ തറപറ്റിക്കാൻ ഞങ്ങൾക്ക് പറ്റിയത് എന്ന് അവർ പറയുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടു. അപ്പോൾ അത് അവിടുത്തെ ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നു. BJP വരുന്നിടത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തന സ്വാതന്ത്ര്യം അവർക്ക് ഹനിക്കില്ല എന്നതിന് മറ്റ് തെളിവിൻ്റെ ആവശ്യമില്ല. അതിപ്പോൾ ഗുജറാത്തിലാണെങ്കിലും ശരി, UP-യിലാണെങ്കിലും ശരി, UP-യിലൊക്കെ വാരണാസിയിൽ ഇപ്പോഴും CPM-ൻ്റെ ഓഫീസും മറ്റുമൊക്കെയുണ്ട്. 4 പേരേ ഉള്ളൂ, പക്ഷേ 4 പേരുണ്ടെങ്കിലും അവർക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ഒരു BJP-കാരനും ചെന്ന് തടയുന്നില്ല. ഗുജറാത്തിൽ അതുപോലെ തന്നെയാണ്. BJP ഭരിക്കുന്നിടത്തൊന്നും ഒരാളുടെയും സഞ്ചാര സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ പ്രവർത്തന സ്വാതന്ത്ര്യമോ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമോ ഒന്നും അവർ തടയുന്നില്ല. ഏത് പാർട്ടിക്കും അവിടെ പ്രവർത്തിക്കാം. അതുതന്നെയാണ് ഇപ്പോൾ ബംഗാളിലും ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒരേപോലെ ലോകത്തിന് മുന്നിൽ കാണിച്ചു തരുന്നത്. BJP-ക്ക് കീഴിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് കോൺഗ്രസും തെളിയിക്കുന്നു, CPM-ഉം തെളിയിക്കുന്നു. ഇനി പറ, ആരാ ഫാസിസ്റ്റ് പാർട്ടി?